ഞാൻ മുണ്ടക്കൈ ടൗണിലാണ് താമസിക്കുന്നത്. ആ വീട് ഇപ്പോൾ സാറ് അവിടെ ഇന്നലെ പോയിരുന്നു. 7 ബോഡി ആ വീട്ടിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പൂട്ടിയിട്ട് ജോലിക്ക് പോയതാണ്. ആ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ 7 ബോഡി. ഇപ്പുറത്തെ നമ്മളെ അയൽവാസികൾ മൊത്തം, എന്നെ അറിയുന്ന എല്ലാവരും, എൻ്റെ നാടും, എൻ്റെ വീട്ടിലത്തെ, എൻ്റെ കുടുംബത്തിലത്തെ 9 പേരും നഷ്ടപ്പെട്ടു. എനിക്ക് വിഷമിക്കട്ടെ, അതൊക്കെ പോയി. ഇനി നമ്മൾ കരഞ്ഞിട്ടെന്ത് കാര്യം? കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ചേച്ചി പോട്ടെ ചേച്ചി, അതൊക്കെ കരഞ്ഞിട്ടെന്ത് കാര്യം? അതൊന്നും കരഞ്ഞിട്ട് ഇനി നമുക്ക് തിരിച്ചെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, വീട്ടിലെ മക്കളുടെ അവസ്ഥ എന്താ? അവരൊക്കെ മക്കളും ഞാനൊക്കെ സേഫ്റ്റിയാണ്. പക്ഷെ എൻ്റെ വീടിന് ഒരു 2,40,000 രൂപ കൃഷി ലോൺ എടുത്തത് കടമുണ്ട്. എല്ലാം ഞാൻ ക്ലോസ് ബാങ്കിൽ നിന്ന് വിളി വന്നിട്ട് ഞാൻ അത് അടച്ചു തീർത്തു. പക്ഷെ എനിക്ക് കടലാസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ബറോഡ ബാങ്ക്. അത് നമുക്ക് ഏർപ്പാടാക്കാം. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സാവിത്രിയാണ്. അതിപ്പോ ബറോഡ ബാങ്കിൽ നിന്ന് ഇപ്പൊ നമ്മൾ തന്നെ വളരെ എളുപ്പമുള്ള അടച്ചു തീർത്താണ്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. ഞാൻ ഇവരെയും മരുമക്കളെ സ്വർണ്ണമൊക്കെ മേടിച്ച് ബാങ്കിൽ വെച്ചിട്ടാണ് ഞാൻ അടച്ചു തീർത്ത്. എനിക്ക് ഹസ്ബൻഡും ഇല്ല. ഈ കൃഷി ലോണിൻ്റെ വിളി വന്നതുകൊണ്ട് പൈസ അടക്കല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് ഗുരുടാൻ കുടിച്ച് ആത്മഹത്യ ചെയ്തതാണ്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമാണിത്. ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ വാങ്ങിയ കാശില്ല, നമ്മൾ അടച്ചല്ലേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞാൻ അടച്ചു. പിന്നെ 3.5 സെൻറ്റും വീടുമാണ്. അത് ജപ്തി വരില്ല എന്ന് എല്ലാവരും പറഞ്ഞു എന്നോട്. ഈ ബാങ്കുകാർ എന്നെ വിളിയോട് വിളിയായിട്ട് ഞാൻ അവരുടെ സ്വർണ്ണമൊക്കെ വാങ്ങി, എൻ്റെ കൂട്ടുകാരിൻ്റെ സ്വർണ്ണമൊക്കെ വാങ്ങി പണയം വെച്ച് 2,40,000 രൂപ ഡിസംബർ 30-ൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കണം പറഞ്ഞ് അങ്ങനെ അടച്ചു തീർത്തു. ഇന്ന് 7 മാസം ഇതുവരെ എനിക്ക് എൻ്റെ കടലാസ് കിട്ടിയിട്ടില്ല. ആ വീടാണ് ഇപ്പോൾ പോയത്. സ്വപ്നം കണ്ട വീടാണ് ഇപ്പോൾ പോയത്. ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ എവിടെ പോകണമെന്ന് അറിയില്ല. എൻ്റെ മോനാണെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആണ്. 17 വയസ്സ് തൊട്ട് ഷുഗറാണ്. മോനിവിടെ ഇല്ല, അവന് എറണാകുളത്താണ്. അവൻ്റെ ഭാര്യ വീട്ടിലാണ്, ഇക്രയിലാണ് കാണിക്കുന്നത്. മാസം 6,000 രൂപ വേണം മരുന്നിന്. പിന്നെ ഞാനൊരു ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. മാസം അധ്വാനിക്കുന്ന പൈസ മൊത്തം ആ ചിട്ടിയിൽ അടച്ച ചിട്ടി ചെയ്യുന്ന ആൾ മറുതായി, അവളും മരണപ്പെട്ടു പോയി. അപ്പം ഇനി എനിക്ക് 54 വയസ്സായി. ഇനി എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാനോ അനുഭവിച്ചില്ലയോ? ഇനി നല്ല കാലം വരും എന്ന് ആലോചിച്ചാൽ മതി തൽക്കാലം. ഒന്നുകൂടി പറയാനുണ്ട്, ഞങ്ങൾക്ക് ബാങ്കിൽ ലോണുണ്ട്. ഗ്രാമീണ ബാങ്കിലൊക്കെ ഞങ്ങൾക്ക് ലോണുണ്ട്. ഗ്രാമീണ ബാങ്കിൽ ലോണുണ്ട്. അനുകൂല തീരുമാനം ഉണ്ടാവും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീട് വേണം പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, മുണ്ടക്കൈ ചൂരൽമല ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഒരു കല്യാണം ഉണ്ടെങ്കിൽ, ഉത്സവം ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തൊരുമയാണ്. അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം നല്ല കൂട്ടായ്മയാണ്, നല്ല പ്രദേശമാണ്. ഏതൊരാൾ എവിടെ നിന്ന് വന്നാലും അവനക്ക് ജോലി, അവനക്ക് വീട്, വെള്ളം, വിറക് എല്ലാം മുണ്ടക്കൈ. അതേപോലെ ഫ്രണ്ട്സാവും. പിറ്റേ ദിവസം തന്നെ എല്ലാവരും ഫ്രണ്ട്സാവും. പിന്നെ അവിടെ നിന്നുള്ളവരൊക്കെ അവൻ്റെ ഫാമിലീനൊക്കെ മുണ്ടക്കൈയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ചൂരൽമലയ്ക്ക് കൊണ്ടുവരും. അങ്ങനെ അവരവിടെ സ്ഥിര താമസമാവുന്ന ഒരു പ്രദേശമാണ്. എൻ്റെ പേര് സാവിത്രി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പളനിസ്വാമി. മുണ്ടക്കൈയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ പോയി. അച്ഛനും അമ്മയൊക്കെ മലപ്പുറത്തുനിന്ന് പണ്ട് കാലത്ത് അച്ഛനൊക്കെ ചേർത്ത് പാടിയില്ലല്ല, ഞാൻ വീട്ടിൽ തന്നെ. ഞാൻ റിസോർട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായതാണ്. എല്ലാ ഫുഡും ഉണ്ടാക്കോ, വെജിറ്റേറിയൻ. ഞാൻ നിലമ്പൂർ ക്യാമ്പിലായിരുന്നു ഫുഡ് കെയറിങ്ങിൽ. അവിടെ നിന്ന് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ റിസോർട്ടിലാണ്, സൂചിപ്പാറ. ദൈവം എനിക്ക് തന്നൊരു വിദ്യയാണത്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വീട്ടിൽ പോകാൻ നിന്നാണ്. മഴ ആയിട്ട് ഗസ്റ്റുകളൊന്നും ഞായറാഴ്ച തൊട്ടില്ല. നിങ്ങൾ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞാൽ പോകാൻ നിന്നാണ്. അപ്പോൾ ഭയങ്കര മഴ, റിസോർട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നനഞ്ഞ് പിണ്ടിയോ ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും ചൊവ്വാഴ്ച രാവിലെ പോകാറിട്ട് റിസോർട്ടിൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടാണ്. എൻ്റെ ദൈവം ആ റിസോർട്ട് മുതലാളിയാണ് ഇപ്പോൾ. അയാൾ പറഞ്ഞു നിങ്ങളിവിടെ നിന്നോന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വീട് ഭയങ്കര ആയിട്ട് തിണ്ടാണ്, കട്ടിങ്ങാണ്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ സേഫ്റ്റി, ഞാൻ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്തോളൂ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ജീവനും കിട്ടി, എൻ്റെ മക്കളും സേഫ്റ്റിയാണ്, ഞാനും സേഫ്റ്റിയാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 9 ആൾ പോയി. പൈസ സർക്കാർ എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ സ്വർണ്ണം കൂടെ എടുത്തു കൊടുത്താലേ എനിക്കൊരു സേഫ്റ്റി ഉള്ളൂ. ഇല്ലെങ്കിൽ വീട് ആയാലും ഞാൻ മരണത്തിനും ഒക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണ്ണം ഇവർ ഇപ്പം തന്നെ കൂടെ ഒന്ന് അധികാരികൾ ഉൾപ്പെടണം എന്നാണ് പറയാൻ. തീർച്ചയായിട്ടും സാറ് കണ്ട വീടില്ലേ, 7 ബോഡി ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയെന്ന് ഇന്നലെ ഞാൻ സാറെ കാണിക്കുന്നത് കണ്ടു. ആ വീട് കൊച്ചു വീട് എൻ്റെ വീടാ. ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒന്നും കിട്ടിയിട്ടുണ്ടാക്കിയാലും ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃഷിക്കാരാണ്, ഞാനും ഹസ്ബൻഡും. കൃഷി 4 ഏക്കർ ലീസിനെടുത്ത് നടത്തുമ്പോഴാണ് 2018 ഉരുൾപൊട്ടി വന്നിട്ട് ആ ഗ്രാമം മൊത്തം പോയി.
2 ബെഡ്റൂം, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമും ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കത് സർക്കാരിൻ്റെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്താം. തീർച്ചയായിട്ടും അത് ഉള്ള അനുകൂല തീരുമാനമാണ്. അങ്ങനെ നമുക്ക് രാത്രി അത് കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടും. അതെന്തായാലും സർക്കാർ നിങ്ങൾക്ക് തരും. വീടൊന്നുമില്ല. എനിക്ക് ഞങ്ങളെ തറവാട് വീടാണ്, ഞങ്ങൾ 6 പേരുള്ള വീടാണ്.